നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനി നടത്തുക, ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിൻ്റെ മാനേജറാണ്. അപ്പം ഈ കമ്പനിയിൽ ഒരു കസ്റ്റമർ വന്നു. ഈ കസ്റ്റമർ വന്ന് ഫോറിൻ കറൻസി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ജെന്യുവൻ കസ്റ്റമറാണ്, ലൈവ് കസ്റ്റമർ. അപ്പോൾ ആദ്യം ഇവർക്ക് എൻ്റെ നമ്പർ കിട്ടിയത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിളിൽ ജസ്റ്റ് ഡയലിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു പുള്ളി വേറെയും ഫോറിൻ എക്സ്ചേഞ്ചുകളിൽ നിന്ന് കറൻസിയുടെ റേറ്റൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ റേറ്റിൽ നിന്ന് ഇച്ചിരി കൂടുതലാണെന്ന് പുള്ളി എൻ്റെ ഇങ്ങോട്ട് പറഞ്ഞത്, വേറെ എക്സ്ചേഞ്ച് വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ റേറ്റിൻ്റെ കാര്യം ഓക്കെ ആയി. അപ്പം ഇത് സംഭവം നടക്കുന്ന 10-ാം തീയതിയാണ്. ഇന്നിപ്പോൾ ഡേറ്റ് 15. ഞാൻ ഇതിപ്പോൾ 5 ദിവസം ഡിലേ വരാൻ കാര്യം, എനിക്കിതിന് ക്ലാരിഫിക്കേഷൻ ഇതുവരെ കിട്ടിയില്ലായിരുന്നു ബാങ്കിൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ 5 ദിവസം ഡിലേ ആയത്. വിഷു ഹോളിഡേ എല്ലാം കഴിഞ്ഞ് ഇന്നാണ് ഓപ്പൺ ആയത് ബാങ്ക്. അപ്പം ഇതിലെ സംഭവം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കസ്റ്റമർ വരുന്നു, കറൻസി വേണമെന്ന് പറഞ്ഞു. USD ആയിരുന്നു ആവശ്യം, അമേരിക്കൻ ഡോളർ. അപ്പം ടോട്ടൽ പുള്ളിക്ക് 3000 USD ആണ് ആവശ്യം ഉണ്ടായിരുന്നത്. നമുക്ക് കൊടുക്കാനായിട്ട് റൂളും ഉണ്ട്. ഇന്ത്യൻ റെസിഡൻ്റ് ആണ്, ട്രാവലിംഗ് അബ്രോഡ്, ഡോക്യുമെൻറ്റേഷൻ ഞാൻ ചോദിച്ചതെല്ലാം പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഫണ്ട് അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞു. പക്ക ട്രാൻസാക്ഷൻ, ഒരു വിഷയമില്ല, നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതായത് കറൻസി അവർക്ക് ഇഷ്യൂ ചെയ്യാം, എനിക്കൊരു ബുദ്ധിമുട്ടും അതിൽ വരാനില്ല. പക്ഷേ ഇതിനകത്തൊരു ലൂപ്പ് ഹോളുണ്ട്. അതെന്തോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പാസ്പോർട്ട് മേടിച്ച് വെരിഫൈ ചെയ്തു, പാൻ കാർഡ് വെരിഫൈ ചെയ്തു, അപ്പം ടിക്കറ്റും വെരിഫൈ ചെയ്തു. ഇത് മൂന്നും വെരിഫൈ ചെയ്തപ്പം പാസ്പോർട്ട് വന്നിട്ട് മധുരയിലാണ് പുള്ളി പാസ്പോർട്ട് എടുത്തിരിക്കുന്നത്. പോകുന്നത് കൊച്ചി മുഖാന്തരം. അപ്പം എന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കറൻസി എടുത്തു, അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കറൻസി എടുത്തു എന്ന് ഇപ്പം ഞാൻ ചോദിച്ചില്ലെങ്കിലും ഇനി അടുത്ത വർഷം ഇല്ലെങ്കിൽ 6 മാസം ഇല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ RBI നിന്ന് ഓഡിറ്റ് വരുന്ന സമയത്ത് അവരെന്നോട് ഈ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് ഈ കസ്റ്റമറിന് കൊടുത്തു. അപ്പം നമുക്കത് മറുപടി കിട്ടണമെങ്കിൽ കസ്റ്റമർ എനിക്ക് അതിനൊരു ക്ലാരിറ്റി ആയിട്ടുള്ള ഉത്തരം തരണം ഈ ചോദ്യത്തിന്. അപ്പം ഞാൻ ഇതേ ചോദ്യം അവരോട് ചോദിച്ചു, കസ്റ്റമറിൻ്റെ. എന്തുകൊണ്ടാണ് സാർ ഇവിടെ നിന്ന് കറൻസി എടുക്കുന്നത് എൻ്റെ സൈഡിൽ നിന്ന്? ഇപ്പം റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ പോലും കൊച്ചിയിൽ നിന്ന് പോകുന്ന ആൾ, മധുരൈ പാസ്പോർട്ടുകാരൻ, എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ മോള് ഇവിടെ പഠിക്കുവാണ്, പുള്ളി കഴക്കൂട്ടത്താണ് റെസിഡൻസ് അഡ്രസ്സ് വരുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വാലിഡ് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പ്രൂഫ് ഉണ്ട്, നമുക്ക് വാലിഡായിട്ട് പ്രൂഫ് എനിക്ക് തരാൻ പറ്റും. അങ്ങനെ ആധാർ തന്നു എനിക്ക്. ആധാർ തന്നപ്പം ആധാർ മാൻഡേറ്ററി അല്ല കറൻസി കൊടുക്കാനായിട്ട്. പാസ്പോർട്ട്, പാന്, ടിക്കറ്റ്, വിസ ഇത്രയും മതിയാവും. അപ്പോൾ ആധാർ കാർഡ് തന്ന ഉടനെ ആധാർ നോക്കിയപ്പോൾ അഡ്രസ്സ് പക്കയാണ്. ആധാർ വെരിഫൈ ചെയ്ത് നോക്കി, ആധാർ വെരിഫൈഡ് ആണ്, അഡ്രസ്സ് ഓക്കെയാണ്. അപ്പം ജസ്റ്റ് കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഞാൻ ഇതാണൊക്കെ ചോദിച്ചായിരുന്നു, എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കമ്പ്യൂട്ടറിൻ്റെ കട നടത്തുന്നതെന്ന് പറഞ്ഞു. വൈഫ് ടെക്നോ പാർക്കിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ സൈബർ സിസ്റ്റത്തിൻ്റെ ഏതോ സെക്യൂരിറ്റീസ് വർക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് പുള്ളി എന്തോ ചെയ്തു, കറൻസിക്ക് വേണ്ടി ക്യാഷ് എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അപ്പം ബെനിഫിഷ്യറി ആഡ് ചെയ്തു കഴിഞ്ഞു. 3 IMPS 2 UP മുഖാന്തരമാണ് ഫണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് പുള്ളി ക്രെഡിറ്റ് ചെയ്തത്. HDFC ആണ് നമ്മുടെ കമ്പനി അക്കൗണ്ടിലോട്ട്, HDFC അക്കൗണ്ടിലോട്ട് അയച്ചത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഫണ്ട് വന്നു. 5 തവണയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. $2800 പുള്ളി മേടിച്ചത്. പുള്ളിയുടെ ഫുൾ പ്രൂഫ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുക, മൊത്തം പ്രൂഫ് ഉണ്ട്. അതായത് പുള്ളിയുടെ എല്ലാ RS, പാസ്പോർട്ട്, പാന്, ടിക്കറ്റ്, വിസ, ഇതെല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്. ഇതിപ്പം 5 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 5 അടത്ത് കൊടുക്കാനായിട്ട് ഇപ്പം 5 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഈ പുള്ളി വന്ന് കറൻസി മേടിക്കാൻ വേണ്ടി എനിക്ക് ഫണ്ടെല്ലാം അയച്ചു, എല്ലാം ഓക്കെ. ഞാൻ നോക്കിയപ്പോൾ അക്കൗണ്ടിൽ ഈ ക്യാഷ് എല്ലാം റിഫ്ലക്റ്റായി, ഒരു ഇഷ്യൂസും ഇല്ല. പക്കായിട്ട് ട്രാൻസാക്ഷൻ, ജെന്യൂൻ ആള്, ജെന്യൂൻ ഡീലിംഗ്, എല്ലാം ഓക്കെയാണ്. കറൻസി പുള്ളിക്ക് ഞാൻ ഇഷ്യൂ ചെയ്തു, കറൻസി കൊടുത്തു. അതായത് എൻ്റെ കമ്പനിയിൽ നിന്ന് ഫണ്ട് എനിക്ക് ബാങ്കിൽ വന്നു, ഫിസിക്കൽ കറൻസി ഞാൻ ഡീൽ ചെയ്തു. ഫിസിക്കൽ കറൻസി ഡീൽ ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഒരു 5 മണി 5:30 മണിയായപ്പം എനിക്ക് ഇൻറ്റിമേഷനോ ഒന്നും വന്നില്ല. നമ്മൾ ക്ലോസിങ് ടൈമിന് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യും. അതായത് ഓൾറെഡി അക്കൗണ്ടിൽ ബാലൻസ് മോർണിംഗിൽ നമ്മൾ BOD ടൈമിന് ചെക്ക് ചെയ്യും, വൈകിട്ടും ക്ലോസിങ്ങിന് മുമ്പും ചെക്ക് ചെയ്യും. പിന്നെ ഇതിനിടയിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഓരോ സമയവും സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും. നെറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നെറ്റ് ബാങ്കിങ്ങിൽ ഈ ഫണ്ട് റിഫ്ലക്റ്റ് ചെയ്തു, ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞ ഉടനെ ഇച്ചിരി സമയം കഴിഞ്ഞ്, അതായത് 6 മണി ആവാറായി, ക്ലോസിങ് ടൈം ആയപ്പം, നമ്മൾ ഷിഫ്റ്റ് മാറുന്ന ടൈം ആയപ്പം
ക്ലോസിങ് ചെക്ക് ചെയ്തപ്പം സിസ്റ്റം ബാലൻസും ബാങ്ക് ബാലൻസും തമ്മിൽ ഒരു 46,000 സംതിങ് റുപ്പീസ് ഉണ്ട്. 46,310 910 എക്സാക്ട് എമൗണ്ട് അങ്ങനെ കണ്ടാണ് വരുന്നത്. ഒരു ഹോൾഡ് കിടക്കുന്നു. ഈ ഹോൾഡ് ഏത് രീതിയിലുള്ള ഹോൾഡാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഈ HDFCയുടെ നെറ്റ് ബാങ്കിങ് കയറി ഹോൾഡ് കൊടുക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ഹോൾഡ് ഇല്ല എന്നാണ് അതിൽ കാണിക്കുന്നത്. കാരണം ഇതൊരു വലിയ ഒരു പ്രശ്നത്തിൻ്റെ ഹോൾഡ് കിടക്കുക. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിൽ വിളിച്ചു. അപ്പം മാനേജർ പുറത്ത് നിൽക്കുക. ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ മാനേജറിനെ വിളിച്ചപ്പം പുള്ളിയും പുറത്ത് നിൽക്കുക. രണ്ടുപേരും പുറത്താണ്. 15-20 മിനിറ്റിനകത്ത് പുള്ളി തിരിച്ചു വന്ന് അക്കൗണ്ട് ഡീറ്റെയിൽ വെച്ച് ചോദിച്ചു, കൊടുത്തു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുക ഇത് MHA ആണ് ഹോൾഡ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, MHA. മണി മ്യൂൾ എന്ന് പറയുന്നൊരു സംഗതിയുടെ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുക. ഈ മണി മ്യൂൾ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഈ പറഞ്ഞ കണക്ക് സൈബർ എന്ന് കേൾക്കുന്നതല്ലാതെ ഈ മണി മ്യൂൾ എന്നൊരു ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഈ ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ പറഞ്ഞു. വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട്, പൈസ പറ്റിച്ചു, എടുത്തു, കൊണ്ടുപോയി, അതൊക്കെ ഈ പറഞ്ഞ കണക്ക് അയച്ചു കൊടുക്കുന്നു, ലിങ്കിൽ ഞെക്കുന്നു. നമ്മൾ പിന്നെ ആ ഒരു മെത്തേഡ് ഒന്നുമില്ല. ജെന്യൂൻ ഡീലിംഗ്, കമ്പനിയിൽ ജെന്യൂൻ ഡീലിംഗ്, കമ്പനിയുടെ ഫുൾ പ്രൊസീജിയറും KYC ഡോക്യുമെന്റേഷനും എല്ലാം ചെക്ക് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സംഗതി പുള്ളി എൻ്റെ പറയാം. അപ്പം ഞാൻ വിചാരിച്ചത് എന്തുവാ, ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഡോക്യുമെന്റേഷൻ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഹോൾഡ് മാറ്റും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. പിറ്റേന്ന് ലീവാ. 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഹോളിഡേ ആണ് ബാങ്ക്. അപ്പം ഞാൻ എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മെയിൽ അയച്ചായിരുന്നു ബാങ്കിന്. മെയിൽ അയച്ചപ്പം അവരുടെ ടീം ഫുൾ ഔട്ടാണ്. അതായത് ഇന്ന് ചൊവ്വാഴ്ചയേ ഉള്ളൂ. അതായത് ഇന്ന് 15-ാം തീയതി. ഈ 15-ാം തീയതിയാണ് ക്ലാരിഫിക്കേഷൻ. അപ്പം നമ്മൾ ഒരാൾക്കെതിരെ കംപ്ലൈൻറ്റ്, അത് മാത്രമല്ല ഈ എമൗണ്ട് വന്നിരിക്കുന്നു, ഫുൾ എമൗണ്ടാണ് അയച്ചിരിക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു നിശ്ചിത തുകയുള്ളൂ. അപ്പോൾ ഇത് ഏത് ആളിൻ്റെ എന്ത് എമൗണ്ട് ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ഒരാൾക്കെതിരെ പരാതിയോ കാര്യങ്ങളോ പുള്ളിയെ വിളിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യം പറയാൻ, ഒരു കസ്റ്റമറാണ്, അപ്പം നമുക്കറിയത്തില്ല കസ്റ്റമർ ഏത് അർത്ഥത്തിൽ അതെടുക്കും. തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫേ സ്പോയിൽ ആവുന്ന കേസാണ്. നമ്മളൊരു കസ്റ്റമറിനെ വിളിച്ച് ഡീൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അത്രയും ക്ലാരിഫിക്കേഷൻ എല്ലാ സൈഡിൽ നിന്നും കിട്ടണം. ഇത് പറഞ്ഞു തീർന്നു, ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല, എമൗണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ അന്നത്തെ ദിവസം അങ്ങ് പോയി. മെയിലൊക്കെ അയച്ച് അങ്ങനെ അങ്ങ് തീർന്നു. ഒരു റിപ്ലൈ ഇല്ല. പിറ്റേന്നായപ്പം ഒരുപാടടുത്ത് റെഫറൻസ് എടുത്ത് വന്നപ്പോൾ സൈബർ സെല്ലിൽ വിളിക്കാൻ പറഞ്ഞു. ട്രിവാൻഡ്രം സൈബർ സെല്ലിൽ വിളിച്ചപ്പോൾ ട്രിവാൻഡ്രം സൈബർ സെല്ലിലാണ് പോയത്. ട്രിവാൻഡ്രം സൈബർ സെല്ലിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ട്രിവാൻഡ്രം സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വന്നിട്ട് ഗുജറാത്തിലെ ഏതോ ഒരു അക്കൗണ്ടിൽ ഇതേ കണക്ക് ഫണ്ട് എങ്ങാണ്ടാ പോയിട്ട്, ഈ ഫണ്ട് വന്നിരിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നാണ്. ഈ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലോട്ട് എന്തോ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്ന ഫണ്ടാണ് എൻ്റെയിലോട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഹോൾഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 46 സംതിങ് ആണ്. ഇനി ആ പയ്യൻ്റെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എനിക്കറിയത്തില്ല. പയ്യനോ പെണ്ണോ ആരാണെന്ന് എനിക്കറിയത്തില്ല, കമ്പനിയാണോ, ഇതൊന്നും നമ്മുടെ കയ്യിൽ വെളിപ്പെടുത്തുന്നില്ല. സൈബർ സെല്ലും വെളിപ്പെടുത്തുന്നില്ല, ബാങ്കും വെളിപ്പെടുത്തുന്നില്ല. ഒരൊറ്റ ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഓർലി പറഞ്ഞു. അതിന് ഞാൻ മെയിലായിട്ട് മേടിച്ചിട്ടുണ്ട്. മെയിലിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന അക്കൗണ്ട്, ഇന്ന പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ID, ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ടിൽ ഇത്ര ഡിസ്പ്യൂട്ട് എമൗണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് അധികാരം പറഞ്ഞിരിക്കുന്നത് MHA ആണ്. സൈബർ CIDയുടെ ഇതിൽ ഗുജറാത്തിൽ നിന്നാണ് മെയിൽ വന്നിരിക്കുന്നു. മെയിൽ പ്രകാരം അക്കൗണ്ടിൽ ലീൻ ചെയ്തു, എമൗണ്ട് ലീൻ ചെയ്തു, അക്കൗണ്ട് ഫ്രീസ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ കമ്മീഷൻ ഓഫീസിൻ്റെ അവിടെ പോയി, സൈബർ സെല്ലിൽ പോയപ്പോൾ അവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറയുന്നത്. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗുജറാത്തിലെ ആളിന് ഫണ്ട് കൊടുത്ത് ഞാൻ സെറ്റിൽ ചെയ്യണം,